ആരോഗ്യമുള്ള ഒരു ഹൃദയത്തിലേക്കുള്ള വഴി ഈ കടപ്പുറത്ത് നിന്ന് നമ്മൾ വെട്ടി തെളിയിക്കാൻ പോവുകയാണ്. ഓൾറെഡി കോഴിക്കോട് ബീച്ച് വളരെ എന്താ പറയുക, ഒരു ടൂറിസത്തിൻ്റെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുക. നമുക്കൊരു ആരോഗ്യത്തിൻ്റെ പറുദീസ നമുക്ക് വെട്ടിത്തുറക്കാൻ, ഹൃദ്രോഗങ്ങളിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ഒരു ശരീരം കെട്ടിപ്പടുത്താൻ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ, അതാണ് മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. പക്ഷേ നമ്മളെ ബീച്ചിൻ്റെ ഈ തീരങ്ങളൊക്കെ നമുക്കൊരു മെഡിറ്ററേനിയൻ സോൺ എന്ന് വേണമെങ്കിൽ പറയാം. കടൽ മത്സ്യം കഴിച്ചും പച്ചക്കറികൾ കഴിച്ചും ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിച്ചും അവരവരെ ആരോഗ്യം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കും അതുപോലെ ഒരു ആരോഗ്യം കെട്ടിപ്പടുത്തേണ്ടത്. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും ലോകാരോഗ്യ സംഘടനയെ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു ഡയറ്റ് മെത്തേഡാണിത്. ഒരുപാട് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതല്ല, എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഇവയൊക്കെ ഒരു ആനുപാതികമായ രീതിയിൽ ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ദീർഘായുസുള്ള മനുഷ്യന്മാർ അവിടെ പൊണ്ണത്തടിയന്മാരോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു നാട്ടിലെ ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു ഭക്ഷണ രീതി നമ്മളും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവരുടെ ഭക്ഷണ രീതിയിലുള്ളത്? അവരിൽ മെയിനായിട്ട് കാണുന്ന ഭക്ഷണ രീതി ഒന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലെഗ്യൂംസ്, പിന്നെ ഹോൾ ഗ്രെയിൻസ് മുഴുധാന്യങ്ങൾ, നട്ട്സ്, ഒലീവ് ഓയിൽ, പിന്നെ ചില ഹെർബ്സ്, ഇവയൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിൽ മെയിനായിട്ട് കാണുന്നത്. പിന്നെ അവർ ഒരു മോഡറേറ്റ് ലെവലിലോ അല്ലെ കുറച്ച് കൂടിയ ലെവലിലോ ആയിട്ട് ഫിഷ് കഴിക്കുന്നവരാണ്. പിന്നെ യോഗട്ട്, തൈര്, കോഴിമുട്ട, ഇവയൊക്കെ അവരുടെ ഭക്ഷണത്തിലുണ്ട്. പ്രത്യേകിച്ചുള്ള അവരുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വളരെ കുറച്ച് അവർ ഉപയോഗിക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ച് റെഡ് മീറ്റുകൾ, പിന്നെ സ്വീറ്റ്സ്, വളരെ മധുര പലഹാരങ്ങൾ, പാനീയങ്ങൾ, ഇവ അവർ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. നമുക്കിടയിൽ ഏറ്റവും വലിയ വില്ലന്മാരും ഇത് തന്നെയാണ്. പിന്നെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലുള്ള മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഫിസിക്കലി ആക്റ്റീവാണെന്നുള്ളത്. അപ്പോൾ കടപ്പുറത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, എല്ലാവരും എപ്പോഴും സജീവമാണ് അല്ലേ, ഫിഷിങ്ങിലും മറ്റും മറിച്ച് കാര്യങ്ങളായിട്ട് സജീവമാണ്. ആ ഒരു സജീവതയും അവരുടെ ഈ ദീർഘായുസിലേക്ക് വഴി നടത്തുന്നു എന്നുള്ളതാണ്. മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിലേക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലെഗ്യൂംസും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മുടെ മെയിൻ ഡീഫോൾട്ട് ഭക്ഷണ രീതിയാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ നട്ട്സ്, ലെഗ്യൂംസ്, ഇതെല്ലാം നമ്മളുടെ കുറച്ച് ലെവലിലാണെങ്കിലും അത് നമ്മളുടെ ഒരു ഭക്ഷണത്തിലെ മെയിനാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായി നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടാൻ വേണ്ടി അനുവർത്തിക്കുന്ന 2 അപകട വസ്തുക്കളുണ്ട്. ഒന്നൊരു ഉപ്പും 2 ഷുഗറുമാണ്. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? സ്പൈസുകളും പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലേ, ഇത് നമുക്ക് രുചി കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യാം. അത് ഹെൽത്തിയുമാണ്, രുചി വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ രുചി കൂട്ടുന്ന കുറച്ച് ഹെർബുകൾ, ചില ഇതൊക്കെ ഉണ്ടല്ലോ, ചില മസാലക്കൂട്ടുകൾ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ കടൽ മീനുകൾ കഴിക്കുന്നൊരു അല്ലെങ്കിൽ കടൽ നിന്നുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മളെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലത്തെ ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പ് സപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളാണ്. അതും ഈ ഒരു മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈലിൽ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മിക്ക ഭക്ഷ്യവസ്തുക്കളും നമ്മൾ ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് കോഴിയിറച്ചി, പിന്നെ തൈര് പോലത്തെ സംഭവങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ പ്ലൻറ്റി ഓഫ് ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക ഒരു ദിവസം. പിന്നെ മെഡിറ്ററേനിയന്മാർക്ക് ഒരു ചെറിയൊരു ദുശീലമുണ്ട് കേട്ടോ, അവർ വല്ലപ്പോഴുമൊക്കെ റെഡ് വൈൻ കുടിക്കുന്നുള്ളതാണ്. കുടിക്കുന്നവരാണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ റെഡ് വൈൻ കുടിക്കുക. ഇനി മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈൽ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുടിക്കാത്തവർ പോയി കയറി കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഒരു മെഡിറ്ററേനിയൻ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്കും കഴിക്കേണ്ട എന്തെങ്കിലും സ്നാക്കുകളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് പോണ വയ്ക്കൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ കുറച്ച് ബദാമോ ഒക്കെ എടുത്തിട്ടിങ്ങനെ നമുക്കിങ്ങനെ കുറിക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഹൃദ്രോഗങ്ങളും സ്ട്രോക്കും വരുന്നത് തടയും, അൽസീമേഴ്സ് ഡിസീസ് വരുന്നത് തടയും. പിന്നെ മെഡിറ്ററേനിയൻ ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട രുചിയൂറും പാനീയം എന്താണ്? അത് യോഗട്ടാണ്. മനസ്സിലായില്ലേ? അതെടുക്ക് വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും മെഡിറ്ററേനിയൻ ലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അതൊരു സംരക്ഷണമാണ്. നമുക്ക് ദീർഘായുസ് കിട്ടാൻ അത് സഹായിക്കും.
പിന്നെ ജീവിതകാലം മുഴുവനും നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനും അത് നമ്മളെ സഹായിക്കും. ഒരുപാട് ദീർഘകാലാടിസ്ഥാനത്തിൽ നിന്ന് ക്രോണിക് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു നമ്പർ 1 സൊല്യൂഷനാണ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫോളോ ചെയ്യാമല്ലേ. എന്നാൽ 6% ക്യാൻസർ വരുന്നത് തടയാനും ഈ ഡയറ്റ് കൊണ്ട് സാധ്യമാവും. മസിലുകളുടെ ശക്തി ക്ഷയിച്ചു പോവാതെ സൂക്ഷിക്കാനും മെഡിറ്ററേനിയൻ ഡയറ്റ് കൊണ്ട് സാധ്യമാവും. മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരിൽ കിഡ്നി രോഗങ്ങൾ, കിഡ്നി പ്രവർത്തനം താറുമാറുന്ന കിഡ്നി ഫെയിലിയറൊക്കെ 27% കുറവാണെന്നാണ് പല പഠനങ്ങളും ബോധിപ്പിക്കുന്നത്. ബ്ലഡ് ഷുഗറിൻ്റെ ലെവല് നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് സാധ്യമാവുന്നത് കൊണ്ട് തന്നെ എന്താവും, ടൈപ്പ് 2 പ്രമേഹം വരുന്നത് തടയാനും ഇതുകൊണ്ട് പറ്റും. തീർച്ചയായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കൊഴുപ്പ് ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ശക്തമായി നിലനിർത്താൻ ഈ ഡയറ്റ് കൊണ്ട് പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമുക്കൊന്ന് ഫോളോ ചെയ്ത് നോക്കാം അല്ലേ.